ഫിസിക്കലാണെങ്കിലും ശരി ഡിജിറ്റലാണെങ്കിലും ശരി ഒരു ഹാബിറ്റ് ട്രാക്കർ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ്. ആ രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മളെ കണ്ണ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഈ ഹാബിറ്റ് ട്രാക്കർ കാണണം എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് നിരന്തരം അതിനെപ്പറ്റി ഓർമ്മ ആവുള്ളൂ. രണ്ടാമത്തത് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ഒരു ഫിസിക്കൽ ഹാബിറ്റ് ട്രാക്കർ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു പേന കയ്യെത്തിനോടത്തില്ല എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ മറന്ന് പോകും. പിന്നെ ഒരു മടി കാരണം ഇങ്ങനെ മറന്ന് പോകും. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ സിസ്റ്റം തന്നെയോട് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഡിജിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ കാണാത്തൊരു ഏരിയൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചാൽ നമ്മൾ കാണുകയില്ല, അത് അപ്ഡേറ്റ് ചെയ്യാനും കഴിയില്ല. ഓരോ ഹാബിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡേറ്റിനും ചെക്ക് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഡിജിറ്റലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ രണ്ട് കാര്യം കണ്ടുകൊണ്ടിരിക്കണം, എപ്പോഴും കാണണം. രണ്ടാമത്തത് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് ട്രാക്കർ സുഖമായിട്ട് ബിൽഡ് ചെയ്യാം, മാനേജ് ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് വല്ലാതൊന്നും സാറ്റിസ്ഫാക്ഷൻ തരാത്ത ആക്ടിവിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അതൊരു ഹാബിറ്റാക്കി മാറ്റാനും കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിജിറ്റലായിട്ട് ഒരു ഹാബിറ്റ് ട്രാക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ബ്രെയിൻ. എൻ്റെ ഹാബിറ്റ് ട്രാക്കർ ഇവിടെ കാണാൻ പറ്റും. മൈ ഹാബിറ്റ് ട്രാക്കർ, അത് ജൂൺ മാസത്തിലുള്ള, അതായത് ഈ മാസത്തിലുള്ള. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ 2 ഹാബിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും ആർക്കൈവ്ഡ് ഹാബിറ്റ് ട്രാക്കർ. അതായത് നമ്മളിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കുറേ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവസാനം 31ാമത്തെ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ, അതായത് ജൂൺ മാസത്തിലുള്ള ഹാബിറ്റ് ട്രാക്കർ ഈ പേജിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ആർക്കൈവ്ഡ് ഹാബിറ്റ് ട്രാക്കറിൻ്റെ ഉള്ളിലേക്ക് ഇടും. ജൂണിലുള്ള ഹാബിറ്റ് ട്രാക്കർ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, അത് ആർക്കൈവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ജൂൺ മാസം കഴിഞ്ഞിട്ട് ജൂലൈ മാസത്തിലുള്ള ഹാബിറ്റ് ട്രാക്കർ, ഫ്രഷ് ഹാബിറ്റ് ട്രാക്കർ, അപ്ഡേറ്റ് ചെയ്യാത്ത ഹാബിറ്റ് ട്രാക്കർ എനിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു നെക്സ്റ്റ് മന്ത് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത എംപ്റ്റി ആയിട്ടുള്ള ഹാബിറ്റ് ട്രാക്കർ നമുക്ക് ഓൾറെഡി ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഓരോ മന്തിലും ഹാബിറ്റ് ട്രാക്കർ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു സംഭവമാണ് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ പ്രൈവറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടെ റൈറ്റ് ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ പേജ് ഉണ്ടാക്കി. ആ പുതിയ പേജിന് ഞാനൊരു പേര് കൊടുത്തു, മൈ സെക്കൻഡ് ബ്രെയിൻ എന്നൊരു പേര് കൊടുത്തു. അതിനൊരു നൈസ് ഐക്കൺ കൊടുക്കുകയാണ്. ആഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വെറുതെ ബ്രെയിൻ അടിച്ചുകൊടുത്താൽ ബ്രെയിനിൻ്റെ ഒരു ഐക്കൺ വരും. ആ ബ്രെയിൻ്റെ ഐക്കൺ കൊടുത്തു. ഇത് നൈസ് കവർ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് കവർ അടിക്കുക. ഇപ്പോൾ ഏത് കവറാണോ അത് ചേഞ്ച് ചെയ്തിട്ട്, അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ടായിട്ട് ഞാനത് കീപ്പ് ചെയ്യാൻ പോവാണ്.